ഫസ്റ്റ് ഞങ്ങള് രാത്രി പോകുമ്പോ ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് പോകും. ഓപ്പൺ ആക്കി വെച്ചിട്ട് പോകും. രാവിലെ വന്നിട്ട് ആ വാൾവ് ക്ലോസ് ചെയ്യുക, ആ സ്വിച്ച് ഓൺ ആക്കുക. അടുത്തത് ഇതില് സ്റ്റാർട്ട്. ഓക്കെ, ഇതില് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അതെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ MCB ഓൺ ആക്കുന്നു. ആ MCB ഓൺ ആക്കുന്നു. പുറത്ത് വന്ന് ഈ MCB ഓൺ ആക്കുന്നു. അതാണ് മെയിൻ സപ്ലൈ. ശേഷം ഈ വാൾവ് ഓൺ ആക്കുന്നു. ഈ വാൽവ് ഓൺ ആക്കി നേരെ ഫ്രണ്ടിലോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിലോട്ട് ഈ സ്വിച്ച് അല്ലേ? അതല്ല, മിഷനിലൊരു സ്വിച്ച് ഉണ്ട്. മിഷനിലെ സ്വിച്ച് ഓൺ ആക്കി. ഇനി അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഓൺ. ഇനിയിപ്പോൾ അത് ഓൺ ആക്കണ്ടേ? സോ ആസ് യൂഷ്വൽ നോർമൽ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഒന്ന് 2 വട്ടം റിഫ്രഷ് ചെയ്തിട്ട്, ഇതാണ് നമ്മുടെ കട്ടിംഗ് സോഫ്റ്റ്വെയർ. 2D കട്ടിംഗ് ഹെഡ്, കട്ട് ഹെഡ്, ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഈ പേജാണ് വരിക. അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് CNCയിലോട്ട് പോയിട്ട് ഈ പേജിലായിരിക്കും നമുക്ക് വരിക. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വന്നിട്ട് മെഷീൻ്റെ റെഫറൻസ് എടുക്കണം. മെഷീന് ഫുള്ള് റെഡി ടു യൂസ് ആക്കണം. സോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് CNCയിൽ വന്നിട്ട് റിട്ടേൺ ഒറിജിനിൽ ഇവിടെ ഏതും മാറ്റരുത്, എല്ലാം ഗ്രീന് കൊടുത്തിട്ട് ഇതിൽ സ്റ്റാർട്ട് ഒറിജിൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ ആക്സിസും അവിടെ മൂവ് ആയിട്ട് റെഫറൻസ് എടുത്തോളാം. സാധനം വന്ന് ഈ അറ്റത്ത് വന്ന് ആ എൻഡിൽ റെഫറൻസ് എടുത്തിട്ട് മെഷീന് സ്റ്റോപ്പ് ആവും. നേരെ ഈ ഹെഡിന്റെ താഴത്ത് ഏതെങ്കിലും ഒരു ഷീറ്റിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ എഡ്ജിലൊന്നും വെക്കരുത്, കുറച്ച് ഷീറ്റ് അനങ്ങാത്ത രീതിക്കുള്ള ലെവലിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ പോയിന്റിന്റെ അടുത്ത് കുറച്ച് ഡസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഡസ്റ്റ് മാത്രം ഒന്ന് തുടയ്ക്കുക, കാലിബ്രേഷന് മാത്രം. അതിനുശേഷം ഈ സെഡ് മൈനസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡ് അവിടെ ഇറങ്ങി വരും. സോ ഓൾമോസ്റ്റ് ഈ ഹൈറ്റിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ ക്യാപ് കാലിബ്രേഷൻ പ്രസ് ചെയ്യാം. സോ ഹെഡ് കാലിബ്രേറ്റ് ചെയ്തിട്ട് റിട്ടേൺ പോകുന്ന വരെ വെയിറ്റ് ചെയ്യാം. സോ മെഷീൻ്റെ കാലിബ്രേഷനും കഴിഞ്ഞു, ഒറിജിനും കഴിഞ്ഞു. അതിനുശേഷം അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലെൻസ്, ബേസും ബീം സെൻറ്ററും. ഡെയിലി രാവിലെ ബീം സെൻറ്ററും ഇതും ചെക്ക് ചെയ്യണം. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയിട്ട് അഗൈൻ സോഫ്റ്റ്വെയറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒറിജിനും കാലിബ്രേഷനും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വേണം എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ക്ലോസ് ചെയ്ത് വെക്കണം. അല്ല, ആ സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് ഫാനൊന്നും ഓടരുത്, ഇതിൻ്റെ അകത്ത് ഡസ്റ്റ് കയറരുത്. സോ ലെൻസ് അഴിക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ആദ്യം റിങ് എടുത്തിട്ട് താഴെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം നമ്മൾ ലെൻസ് പിടിക്കാനുള്ള. ഇങ്ങനെയാണ് ലെൻസ് ഹോൾഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ പിടിക്കരുത്. എപ്പോൾ ലെൻസ് പിടിക്കുകയാണെങ്കിലും ഇങ്ങനെ വേണം പിടിക്കാൻ. സോ നമ്മുടെ നോർമൽ ബഡ്സ് ഉണ്ടല്ലോ, ബഡ്സ് യൂസ് ചെയ്തിട്ട് അസിറ്റോൺ എന്ന് പറഞ്ഞ ഒരു ആസിഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ വേണം വൈപ്പ് ചെയ്യാൻ, ആ ഡസ്റ്റ് ക്ലീൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ വെച്ച് നോക്കുമ്പോൾ, ഫസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഡസ്റ്റ് ഉണ്ടാവും. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അഗൈൻ ചെക്ക് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ വൈപ്പിംഗ് മാർക്കൊന്നും ലെൻസിൽ ഉണ്ടാവരുത്. അതില്ല എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം അഗൈൻ നമ്മൾ ഇത് റീഫിക്സ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ റീഫിക്സ് ചെയ്യുന്നു. ഇതെടുത്തിട്ട് വീണ്ടും നമ്മൾ ഇടുന്നു. എല്ലാ ദിവസവും രാവിലെ മസ്റ്റായിട്ട് ചെയ്യണം. എന്നിട്ട് അഗൈൻ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബീം സെൻറ്റർ ചെക്ക് ചെയ്യണം. ബീം സെൻറ്റർ ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ മെഷീൻ ഓൺ ആക്കിയതിന് ശേഷം ലേസർ ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് ലേസർ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ലേസർ ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലേസർ ഓൺ, ഇതിപ്പോൾ വൈറ്റ് ആണെങ്കിൽ ലേസർ ഓഫാണ്. ഈ ബ്ലൂ വന്നു കഴിഞ്ഞാൽ മാത്രമേ ലേസർ ഓൺ എന്നുള്ള ഒരു ഇത് വരുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ലേസർ വരത്തുള്ളൂ. അതിനുശേഷം നോർമൽ നമ്മൾ ടേപ്പ് എടുക്കുന്നു. ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ടേപ്പ് അത്യാവശ്യം ക്ലിയർ ഉള്ള ഭാഗം എടുത്ത് വെക്കുക, എന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. സോ നേരെ ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുന്നു. സെൻറ്ററിൽ വെച്ചൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഷട്ടർ ഓഫ് ആക്കുന്നു. റെഡ് ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ലേസർ മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ലേസർ വന്നിട്ട് പോകും. കൈ മാറ്റണം. യാതൊരു കാരണവശാലും ലേസർ വരുന്ന സമയത്ത് അടിയിൽ കൈ വെക്കരുത്. കൈ കത്തിപ്പോവും അല്ലെങ്കിൽ ഓട്ടയാവും. എന്നിട്ട് ജസ്റ്റ് ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു
വലിയ വട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു വട്ടം, അതിൻ്റെ ഇടയിൽ ഒരു ഡോട്ട് ഇല്ലേ, ആ ഡോട്ടിൽ ലേശം അത് സെൻറ്റർ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടത്തിന് നടുക്ക് ഒരു ചെറിയ വട്ടം, അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡോട്ട് പോലെ കാണുന്നത്, അതാണ് ലേസർ വരുന്ന പാത്ത്. സോ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത് സെൻട്രലല്ല കിടക്കുന്നത്. നോട്ടത്തിൽ അറിയണ്ടല്ലോ, ഈ ചെറിയ വട്ടത്തിന്റെ നടുക്ക് ഒരു ചെറിയൊരു ഡോട്ട് കാണുന്നില്ല, അതാണ് ഒരു സൈഡിലോട്ട് മാറും. അപ്പോൾ ഈ സാധനം നമ്മൾ ഈ സെൻട്രൽ വരുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ 2 സ്ക്രൂസിലാണ്. ഇവിടെ ഒരെണ്ണമുണ്ടാവും, അതേപോലെ ഓപ്പോസിറ്റ് ഒരെണ്ണമുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഈ സൈഡിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ലേശം മുകളിൽ തൂക്കി കൊടുക്കണം. നമ്മൾ ലേശം ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു, ലേശം ടൈറ്റ് ചെയ്യുന്നു, ഇവിടെ ലേശം ലൂസ് ചെയ്യും. അപ്പോൾ ഈ സാധനം ലേശം മുകളിൽ കയറിയിട്ട് അതിനുശേഷം നമ്മൾ അഗൈൻ ചെക്ക് ചെയ്യുന്നു. ഇത് സെൻറ്ററാകുന്ന വരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. വേണ്ട, അപ്പോഴത്തെക്കാളും മാറ്റമില്ല. അപ്പോഴേ ഈ കോർണറിലായിരുന്നു, ഇപ്പോൾ ഈ കോർണറിലാണ്. ഇപ്പോൾ കറക്റ്റ് ഓൾമോസ്റ്റ് സെൻറ്ററാണ്, പക്ഷെ താഴെയാണ്, കുറച്ച് മുകളിൽ കയറ്റണം. മുകളിൽ കയറണമെങ്കിൽ 2 സൈഡും കൂടി ഈവണായിട്ട് ടൈറ്റ് ചെയ്യാം. ലേശം ഇവിടെ വെച്ചിട്ട് ലേശം ടൈറ്റ് ചെയ്ത് കൊടുത്തു, അതേപോലെ ഇവിടെ നിന്ന് ലേശം ടൈറ്റ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ചെക്ക് ചെയ്തു. അത് വെച്ചിട്ട് ലേസർ മാത്രം അടിക്കുന്നല്ലേ ഉള്ളൂ? ലേസർ മാത്രം അടിച്ചത് സെൻറ്ററായില്ലേ? സോ അങ്ങനെ സെൻറ്റർ ചെക്ക് ചെയ്യും. സെൻറ്റർ ചെക്ക് ചെയ്തതിന് ശേഷം മെഷീൻ റെഡി ടു യൂസ്. അത് കഴിഞ്ഞാൽ മെഷീൻ സൈഡ് എല്ലാം റെഡിയാണ്. ഇനി നമ്മൾ പുതിയൊരു അതിൽ ഇമ്പോർട്ടിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അത് കൊടുക്കുന്നു, ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡ്രോയിങ് വരും. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രോയിങ്. നമ്മൾ വൺസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേസ് ആയിക്കോളും. പഴയ ഡ്രോയിങ് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് റെഡിയാവും. ഇപ്പോൾ ഡ്രോയിങ് ഇങ്ങനെ ഒറിജിനലായിട്ടാണ് കിടക്കുന്നത്. വെർട്ടിക്കലായിട്ട് നിർത്തണമെങ്കിൽ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഫേവറേറ്റിൽ വന്നിട്ട് ഈ ട്രാൻസ്ഫോം ഉണ്ട്, ട്രാൻസ്ഫോമിൽ വന്നിട്ട് റൊട്ടേറ്റ് 90 കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്ലേസ് ആവും. അതിനുശേഷം നമ്മൾ ലെയറിൽ വന്നിട്ട് പാരാമീറ്റർ ഓപ്പൺ ചെയ്യണം. ലെയറിൽ ജസ്റ്റ് ഇമ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ലോക്കൽ ഡിസ്ക് ഈക്കകത്താണ് കട്ടിങ് പാരാമീറ്റർ കിടക്കുന്നത്, MS. ഇതിൽ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഏത് ഷീറ്റാണോ അതിൻ്റെ പാരാമീറ്റർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമ്മൾ മെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഏതിലാണ് കട്ട് ചെയ്യുന്നത്, ഏത് തിക്നെസ് ഷീറ്റിലാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആ പാരാമീറ്റർ വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1.2 mm MS ഷീറ്റ്. കട്ടിങ് എയർ വന്നിട്ട് ഇത് വന്നിട്ട് എയർ ആണ്. നോസിൽ വന്നിട്ട് നമ്മുടെ കയ്യിൽ 2 ടൈപ്പ് ഓഫ് നോസിലുണ്ട്, സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. സോ സിംഗിള് 1.5ന്റെ നോസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാണ് ഈ 1.2 MS എയർ S1.5 എന്നുള്ളത്. നമ്മൾ മറ്റേ 2 ഇല്ലേ, നേരത്തെ 1ഉം 2ഉം പറഞ്ഞില്ലേ, 2 എടുക്കുന്നത് എന്ത് കാര്യത്തിനൊക്കെയാണ്? 2 നമ്മൾ ഓക്സിജനിൽ കട്ട് ചെയ്യാനാണ് നമ്മൾ ഡബിൾ നോസിൽ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓക്സിജൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ സിംഗിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഷീറ്റാണോ അത് സെലക്ട് ചെയ്യുക, ഏത് തിക്നെസ് ആണ്. ഇപ്പോൾ നമ്മൾ 1.5 ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1.5 സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. MS ആണ് 1.5 mm തിക്നെസ്, എയറിൽ കട്ട് ചെയ്യുന്നു, നോസിൽ വന്നിട്ട് സിംഗിൾ 1.5. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കട്ടിങ് പാരാമീറ്ററും റെഡിയായി. ഇനി നേരെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ ജസ്റ്റ് ഷീറ്റിൽ കൊണ്ടുവരുന്നു. നമുക്കിപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഷട്ടർ ഓൺ ആക്കുന്നു. ഷട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെഡ് ലൈറ്റ് തെളിയും. എന്നിട്ട് നമ്മുടെ പോയിന്റിൽ കൊണ്ടുപോയി നിർത്തുന്നു. എവിടെ നിന്നാണോ കട്ട് ചെയ്യണേ അവിടെ കൊണ്ടുപോയി നമ്മൾ നിർത്തുന്നു. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ പ്ലസ് ഫ്രെയിം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏതാണോ നമ്മുടെ ഈ ഡ്രോയിങ് ഉണ്ടല്ലോ, ഡ്രോയിങ് എങ്ങനെ ഫ്രെയിം ആകുന്നുള്ളത് ഈ ഷീറ്റിൻ്റെ അകത്ത് തന്നെയാണോ ആ ഡ്രോയിങ് ഉള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഫ്രെയിം ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഫംഗ്ഷൻ പ്ലസ് ഫ്രെയിം അടിച്ചു കഴിഞ്ഞാൽ ആ ബീമിൻ്റെ അകത്ത് മാത്രമേ അത് കട്ടാകത്തുള്ളൂ, എന്ന് പുറത്തു പോകില്ല. ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ ഫുള്ള് ഡ്രോയിങ് സെലക്ട് ചെയ്യുന്നു, സോർട്ട് കൊടുക്കുന്നു.
സോർട്ടിൽ വന്നിട്ട് സ്മോളർ ഷേപ്പ് പ്രിയോറിറ്റി. അതെന്താണ്? നമ്മൾ സ്മോളർ ഷേപ്പ് പ്രിയോറിറ്റി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വലുത് കട്ടായിട്ടായിരിക്കും ചെറുത് കട്ടാവും. ചിലപ്പോൾ ഔട്ടർ കട്ടായിട്ട് ചെറുത് കട്ടായി കഴിഞ്ഞാൽ കട്ടാവില്ല. അപ്പൊ കട്ട് ചെയ്യുന്നതിന് മുന്നേ സോർട്ടിൽ അത് ചെയ്തിരിക്കണം. സോർട്ടിൽ അത് ചെയ്തിരിക്കണം. ആദ്യം നമുക്ക് ചെറുത് മൊത്തം കട്ടാണം, എന്നിട്ട് വേണം വലുത് കട്ടാവാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒറ്റ ഗ്രൂപ്പ് ആക്കും. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ രീതിക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അത് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നത്. ശരി, ഗ്രൂപ്പ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ അതാണല്ലോ സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഫ്രെയിം എല്ലാം നോക്കി സെറ്റ് ചെയ്ത്. അതിനുശേഷം മാർക്ക് കൊടുക്കും. അതിനുശേഷം ഇവിടെ വന്ന് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. സോ ഇവിടെ മാർക്ക് നമ്മുടെ ഓഫ് ആയി കഴിഞ്ഞാലും അറിയാതെ സ്റ്റോപ്പ് അടിച്ചെടുത്ത് കഴിഞ്ഞാലും ഗോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. സോ അതിനുശേഷം ഷട്ടർ ഓഫ് ആക്കിയിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് തുടങ്ങി. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൈ പോസിലുണ്ടാവണം. എന്തെങ്കിലും ഷീറ്റ് പൊങ്ങി നിൽക്കുക എന്തെങ്കിലും ആണെങ്കിൽ അപ്പം തന്നെ പോസ് ചെയ്തിട്ട് ആ ഷീറ്റ് മാറ്റണം. എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് കൊടുത്താൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. നമ്മൾ കട്ടിങ് തുടങ്ങും. ആ സാധനം പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഹെഡ് അടി വന്നത്. സോ അപ്പം നമ്മൾ പോസ് ചെയ്തിട്ട് നമുക്കിവിടെ ചിലപ്പോൾ കൈയിട്ട് ഇതാക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. സോ ഈ ഹെഡ് നമുക്ക് ബാക്കിൽ കൊണ്ടുപോകാം, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു ഇളക്കത്തിലാണ് ഇതെല്ലാം വരുന്നത്. ആ ഒരു ഷേപ്പില്ലാത്തത് കണ്ടോ, ആ ഒരു വൈബ്രേഷൻ കാരണമാണ് ഈ ഷേപ്പില്ലാതെ വരുന്നത്. സോ നമ്മളിപ്പോൾ ബാക്കിൽ കൊണ്ടുപോയി വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ സ്റ്റോപ്പായേ അവിടെ നിന്ന് തുടങ്ങിക്കോളും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ പോസിന് പകരം സ്റ്റോപ്പ് കൊടുക്കും. ഇനി സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും കട്ടിങ് തുടങ്ങും. സ്റ്റോപ്പ് കൊടുത്ത് പ്രോസസ്സ് ഫുള്ള് കഴിഞ്ഞു, ഫസ്റ്റ് മുതലേ വരുള്ളൂ. സോ നമുക്ക് ഇവിടെ നിന്നായിരിക്കും ഞാൻ അടുത്ത ഫ്രെയിം എടുക്കുക. സോ നമുക്ക് അങ്ങനെ പാടില്ല, ഇവിടെ നിന്ന് വേണം വർക്ക് ചെയ്യാൻ. അതിനാണ് നമ്മൾ ആദ്യം മാർക്ക് കൊടുക്കുന്നത്. മാർക്ക് കൊടുത്തതിന് ശേഷം മാർക്ക് കൊടുക്കുന്ന അതിനാണ്. എന്നിട്ട് ഗോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പഴയ പോയിന്റിൽ വന്ന് നിൽക്കും. പഴയ പോയിന്റിൽ വന്ന് നിന്നിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പി മുതൽ തുടങ്ങും. സോ നമുക്കത് ഓൾറെഡി കട്ടായി. സോ അത് കട്ടാക്കേണ്ട ആവശ്യമില്ല. സോ ഇപ്പൊ നമുക്ക് വന്നിട്ട് ഈ ടീന്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത്രയും കട്ടായതുകൊണ്ടാണ് ഈ മഞ്ഞ വരുന്നത്. സോ നമുക്ക് ഈ ടീന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മതി. ഡോട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. സോ ഇവിടെ വന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേറ്റ് ഹിയർ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് ഫ്രം ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൊക്കേറ്റ് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ പോയി നിൽക്കത്തുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിക്കോളും. അല്ലെ സ്റ്റാർട്ട് ഫ്രം ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ കട്ടായി തുടങ്ങും. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കണം എന്ന് ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ലൊക്കേറ്റ് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അവിടെ പോയി നിൽക്കും. എന്നിട്ട് നമ്മൾ റിമോട്ടിൽ മാനുവലി സ്റ്റാർട്ട് കൊടുക്കണം. എപ്പോഴും ഈ സാധനം എടുക്കാൻ നേരം ഈ ഷീറ്റ് അനങ്ങാതെ വേണം എടുക്കാൻ. ഷീറ്റ് അനങ്ങരുത്. ഷീറ്റ് അനങ്ങി കഴിഞ്ഞാൽ മെഷീന് അറിയില്ല, മെഷീൻ എപ്പം തെറ്റിപ്പോവും. ഷീറ്റ് ഒരു കാരണവശാലും അനങ്ങരുത്.